പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നതോടെ വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. UDF ക്യാമ്പും വലിയ ആവേശത്തിലാണ്. UDFന്റെ ഉറച്ച സീറ്റിൽ രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. മാനന്തവാടിയിൽ നിന്ന് കമൽ, എടവണ്ണയിൽ നിന്ന് അരുൺ അമൃതനാഥ് എന്നിവരും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആദ്യം കമലിലേക്കാണ്. കമൽ, ഞാൻ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു, നമുക്ക് എന്തൊക്കെ വന്നാലും, ഉത്സവം വന്നാലും, പെരുന്നാൾ വന്നാലും, ഓണം വന്നാലും ഒക്കെ നമുക്കെപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് ലേശം പണി കൂടുതലാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ആയി വയനാട്ടിലെ കാര്യവും. വയനാട്ടിൽ ഇനി അല്പം പണി കൂടുതൽ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, അല്ലേ? അതെ മോത്തി, എന്തായാലും പണി കൂടുതലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പൊക്കെയായി കടന്നു പോകുമായിരുന്നു. ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നതോടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. പണ്ട് രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട വിപിൻ ചന്ദ് ആയിരുന്നു അന്ന് നമ്മുടെ ഡെസ്കിലുണ്ടായിരുന്നത്. വിപിൻ ചന്ദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കമലെ, വയനാട് ബ്യൂറോ A ക്ലാസ് ബ്യൂറോ ആയി പ്രഖ്യാപിച്ചു കിട്ടോ എന്ന് പറഞ്ഞു. ആ A ക്ലാസ് ഇപ്പോഴും തുടരുകയാണ്. വിപിന പറഞ്ഞത് ഞാനിപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുകയായിരുന്നു. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വയനാട് വീണ്ടും ആവേശത്തിലേക്ക് വരികയാണ്. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് മണ്ഡലം. UDFന്റെ ഉറച്ച കോട്ടയായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും UDFനില്ല. പക്ഷേ ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആലോചനകളാണ് UDF ക്യാമ്പിൽ നടക്കുന്നത്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. നമ്മളൊരു വോട്ട് കഴിഞ്ഞേ ഉള്ളൂ, വീണ്ടും ഇലക്ഷൻ വരികയാണ്. എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനുള്ളത്, ഒരു ഉപതെരഞ്ഞെടുപ്പും കൂടെ വരികയാണ് വയനാട്ടിൽ. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നു. എന്താണ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല അടിപൊളിയായിരിക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി ജയിക്കും. രാഹുലിന്റെ ഭൂരിപക്ഷം മറികടക്കും. ഈ തെരഞ്ഞെടുപ്പ് രണ്ടാമത് വരുന്നതിൽ എന്തെങ്കിലും ഒരു മുന്നണിന്റെ ഒരു ഇതല്ല, നമ്മളെ ഇന്ത്യന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇതല്ല, അതിലൊന്നും വലിയ കാര്യം. ഇവിടുത്തെ വോട്ടറല്ലേ, ഇവിടെ വോട്ടുള്ള ആളല്ലേ, വയനാട്ടിലെ ആളല്ലേ? വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരിക, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുക, എന്താ പറയാനുള്ളത്? അത് പ്രിയങ്ക തന്നെ ജയിക്കില്ലേ? എന്താ ഇവിടുത്തെ സ്ഥിതി? ജയിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ജയിക്കും തോന്നുന്നു. എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണം കിട്ടുമെന്ന് നോക്കാം നമുക്ക്. മോത്തി, ഒരു തെരഞ്ഞെടുപ്പും കൂടെ വരിക മാസങ്ങൾക്കുള്ളിൽ, അതും ദേശീയ നേതാവ് വീണ്ടും മത്സരിക്കാൻ എത്തുന്നു. എന്താ പറയാനുള്ള? ഒരഭിപ്രായമില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പിനോട് എന്താ പറയാ, വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നതിൽ ഒരു വിയോജിപ്പുണ്ടോ? വിയോജിപ്പുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ. മോത്തി, അത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായവും ആളുകൾക്കുണ്ട്. ഒരു തെരഞ്ഞെടുപ്പും കൂടെ വരുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല സൂപ്പർ അഭിപ്രായമല്ലേ. പ്രിയങ്ക മത്സരിക്കുന്നതോടുകൂടെ വീണ്ടും ഇന്ത്യ മുഴുവൻ വയനാടായിരിക്കും ചർച്ച. തിളക്കട്ടെ, മാനന്തവാടി തിളക്കട്ടെ വയനാട്, അല്ലേ? മോത്തി, വയനാട് തിളങ്ങട്ടെ, മാനന്തവാടി തിളങ്ങട്ടെ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി കൂടി വരുന്നതോടുകൂടെ വലിയൊരു ആവേശത്തിലേക്ക് ഈ മണ്ഡലവും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ മാറുമെന്ന് ഉറപ്പാണ്. ശരിയാണ്, രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറും. ഈ പറഞ്ഞതുപോലെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കമല, ഒരൊറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, കൊടയൊക്കെ ചൂടി നിൽക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, മഴ നേരത്തെ തന്നെ ഉണ്ടോ അവിടെ? മോത്തി, വയനാട്ടിൽ ഒരു മഴക്കാലം ഇതുവരെ തുടങ്ങിയിട്ടില്ല. രാവിലെയൊക്കെ ഇതുപോലെ ചെറിയ മഴയല്ലാതെ ഒരു കാലവർഷത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വയനാട് ഇതുവരെ മാറിയിട്ടില്ല. കഴിഞ്ഞ മഴക്കാലം വലിയ രീതിയിൽ വയനാടിനെ ചതിച്ചതാണ്. 50% മഴ കുറവായിരുന്നു. എപ്പോഴും ഡാറ്റ എടുത്ത് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും കുറവ്, അല്ലെങ്കിൽ ലഭിക്കേണ്ടതിൻ്റെ ഏറ്റവും കുറവ് ശതമാനം ലഭിക്കുന്നത് വയനാട്ടിലാണ്. ഈ മഴക്കാലമെങ്കിലും നല്ല രീതിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ജൂൺ പകുതിയൊക്കെ പിന്നിട്ടിരിക്കുന്നു, പക്ഷേ മഴ ശക്തമായിട്ടില്ല. ശരി കമൽ, ഞാൻ അരുൺ അമൃതനാഥിലേക്ക് പോവുകയാണ്, ഇടവണ്ണയിലുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയും അങ്ങനെ മാറി മറിഞ്ഞു വരുന്നു എന്ന് കരുതി അങ്ങനെ ഒരു ഭൂരിപക്ഷം, രാഹുലിനുണ്ടായ ഭൂരിപക്ഷത്തിൻ്റെ മറികടന്നുകൊണ്ടൊരു ഭൂരിപക്ഷം വോട്ട് നേടും പ്രിയങ്ക ഗാന്ധി എന്നാണ് പൊതുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടും കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസവും അങ്ങനെയാണ്. രാഷ്ട്രീയമായി നമ്മളൊന്ന് വിലയിരുത്തിയാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? മോദി, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഞാൻ ഒരു
കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് നന്ദി അറിയിക്കാൻ ആദ്യം ഇടവണ്ണയിലെത്തി. അപ്പോൾ രമേശ് ചെന്നിത്തല പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല പറയുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം രാഹുലിന് ലഭിച്ചത് ഈ ഏറനാട് നിന്നാണെന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഇടപെടുന്നത് AP അനിൽകുമാറാണ്. വണ്ടൂരിലെ MLA AP അനിൽകുമാർ ഇടപെട്ടു. അല്ല, അതിൽ സംശയമുണ്ടോ? അപ്പം തന്നെ PK ബഷീർ MLA ഏറനാട് മണ്ഡലത്തിൻ്റെ MLA ഇടപെട്ടു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്നും ഇടപെട്ടു. അപ്പോൾ രമേശ് ചെന്നിത്തല ഒരു സമവായത്തിലെത്തുക. നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ ഇത് മൂന്നും പ്രശംസനീയമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മലപ്പുറം ജില്ലയിലെ ഈ 3 മണ്ഡലത്തിലെയും കഥ, അത് സാഹചര്യം അത് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും വ്യക്തമായ ഒരു മുൻതൂക്കം ഈ 3 മണ്ഡലത്തിലുമുണ്ട്. 2019 രാഹുൽ ഗാന്ധി ആദ്യമായി എത്തുന്നു, ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ലീഗിൻ്റെ ആ ഒരു പ്രവർത്തനം, പ്രത്യേകിച്ചും ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ ലീഗിൻ്റെ ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് തന്നെയായിരുന്നു. ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 2019 4,64,000 എന്ന രാഹുൽ ഗാന്ധിയുടെ ലീഡിൽ ഈ 3 മണ്ഡലങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇത്തവണ ഈ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമ്പോഴും ഇടവണ്ണ ആയിക്കോട്ടെ, നിലമ്പൂർ, ഈ ഏറനാടായിക്കോട്ടെ, നിലമ്പൂരായിക്കോട്ടെ, വണ്ടൂരായിക്കോട്ടെ, ഇവിടുത്തെ ഭൂരിപക്ഷത്തിലൊന്നും കാര്യമായ ഇടിവ് വന്നിട്ടില്ല. ഏറനാട് 58,000 ഉണ്ട്, വണ്ടൂർ 68,000 ഉണ്ട്, നിലമ്പൂർ 56,000 ഉണ്ട്. ഇത് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് നമ്മോടൊപ്പം ഇവിടെ ഉള്ളത്. എന്താണ് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ വീണ്ടും അതേ ഒരു സന്തോഷവും ആത്മവിശ്വാസം മുഖത്ത് കാണാനോ? വലിയ വിജയമായിരിക്കും. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിജയമായിരിക്കും. കാരണം എല്ലാവരും പ്രിയങ്കയിൽ ഒരു ഇന്ദിരയാണ് കാണുന്നത്. ഒരു അഭിനവ ഇന്ദിരയാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും പഴയ തലമുറക്കൊക്കെ അറിയാം, പുതിയ തലമുറക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഇന്ദിരയിലാണ് പ്രിയങ്കയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ 5 ലക്ഷം കടക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. കാരണം ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ, പ്രത്യേകിച്ച് ഈ വയനാട്, അതുപോലെ കോൺഗ്രസിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വേരോട്ടമുള്ള മറ്റൊരു മണ്ഡലമുള്ള കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം പോളിംഗ് വളരെ കുറഞ്ഞു, ഏകദേശം 6% പോളിംഗ് കുറഞ്ഞു. ഇപ്പോൾ ഈ ഏറനാടൊക്കെ ആണെങ്കിൽ പോളിംഗ് കുറഞ്ഞിട്ടും ഇടവണ്ണയ്ക്ക് ഏകദേശം 500ഓളം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കൂടിയേക്കാണ്, ഏറനാട് കൂടിയേക്കാണ്. അതുപോലെ തന്നെ വണ്ടൂരും എല്ലാ സ്ഥലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ മാറ്റമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടായത്, ഉപതെരഞ്ഞെടുപ്പ് മറ്റേ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ച സമയം ആണെങ്കിലും അതുപോലെ തന്നെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞിട്ടും ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയാതെ പിടിച്ചേർന്ന് സഹായിച്ചു. അതിൽ നിന്ന് മാറ്റം ഏകദേശം 5 ലക്ഷത്തോളം വോട്ടിന് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വലിയ. കോൺഗ്രസ്സുകാർ എന്തായാലും ആ വലിയ ഊർജ്ജത്തിൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഏതാ രാഹുൽ ഇവിടെ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് റായ്ബലേരിക്കും ഈ വയനാടിനും സന്തോഷമാകുന്ന തീരുമാനമായിരിക്കും ഞാൻ എടുത്തത്. അത്തരത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു തീരുമാനം തന്നെയാണോ? തീർച്ചയായിട്ടും അത്രയും സന്തോഷമുണ്ടാകുന്ന തീരുമാനമാണ്. കാരണം വയനാടിനേക്കാൾ കൂടുതൽ ഈ സമയത്ത് രാഹുൽ ഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് റായ്ബറേലിയിലാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പോരാട്ടങ്ങൾ ശക്തി പകരാൻ വേണ്ടിയിട്ട് സഹോദരി പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇലക്ഷൻ വന്നാൽ മതി, ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ പ്രിയങ്കയെ കാത്തിരിക്കുകയാണെന്ന് തന്നെയാണ് എന്തായാലും. ഏതായാലും റായ്ബറേലിയിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ മനസ്സിലാവുമ്പോഴും അവർക്കതിലൊന്നും പരിഭവമില്ല. വയനാടിനെ ഉപേക്ഷിച്ചതിൽ ഒരു ഭാഗത്തിന് പരിഭവമുള്ളപ്പോഴും മറ്റൊരു ഭാഗത്തിന് പരിഭവമില്ല എന്ന് വേണം ഇവരുടെയൊക്കെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ.